ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഓം ശ്രീ കൽക്കി ദേവി നമ. എൻ്റെ പേര് മിനി. വീട് കഴക്കൂട്ടത്താണ്. ഞാൻ അമ്മേനെ കാണാൻ ഇവിടെ വരാൻ വന്ന് തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 2 വർഷമാണ് ആയിട്ടുള്ളത്. ഞാൻ എൻ്റെ ഓഫീസിൽ ഉള്ളൊരു രാജേഷ് എന്ന് പറയുന്നൊരു എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നൊരു എംപ്ലോയി പറഞ്ഞിട്ടാണ് അമ്മേനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ശരിക്കും എൻ്റെ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ കൂടുതലായിട്ട് ഇവിടെ വന്നത്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയുടെ ഇഷ്യൂസായിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ കൂടെ വന്ന ആളിപ്പോൾ ഇല്ല. ഞാനാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇവിടെ നിലനിൽക്കുന്നത് തന്നെ വലിയ ഒരു ഭാഗ്യമുള്ളവർക്ക് മാത്രമേ അതിന് സാധിക്കുള്ളൂ. കാരണം ഇവിടെ അനുസരണം വളരെ നിർബന്ധമാണ്. ഇവിടെ സത്യം മാത്രമേ ഉള്ളൂ, അസത്യങ്ങളായിട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല. ഇവിടെ അമ്മ എപ്പോഴും പറയും ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന്. ഇവിടെ ദോഷം വരുന്നതോ ഒരാൾക്ക് ആപത്ത് സംഭവിക്കുന്നതോ അനീതിപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾക്ക് ഇവിടെ പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടില്ല. സത്യമുള്ള കാര്യത്തിന് മാത്രമാണ് ഇവിടുന്ന് ഫലം കിട്ടുന്നത്. നമുക്ക് ഇവിടെ മാപ്പ് പറയലുകളല്ല അമ്മ ആഗ്രഹിക്കുന്നത്, തിരുത്താണ്. മനുഷ്യന്മാരായ തെറ്റൊക്കെ പറ്റും, പക്ഷേ അതിനെ തിരുത്തി മുന്നോട്ട് പോകുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഒരുപാട് വീഡിയോസ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഏറ്റവും അടുത്തിടെ ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ്. എന്നെ ഒരുപാടധികം എൻ്റെ മനസ്സിന് ആഴത്തിൽ തട്ടിയൊരു സംഭവമാണ്. വെള്ളിയാഴ്ച പുലർച്ചയോട് കൂടിയിട്ട് ഒരു 2 മണി സമയം മോള് എൻ്റെ തൊട്ടടുത്താണ് കിടക്കുന്നത്. എൻ്റെ മോൾക്ക് 5 വയസ്സാണ്, നീഹാരിക എന്നാണ് പേര്. അപ്പോൾ അവളിങ്ങനെ തിരിഞ്ഞ് കിടന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ കൈ തട്ടിയപ്പോൾ എനിക്ക് നല്ല പൊള്ളുന്ന ചൂട് തോന്നി. ഞാൻ നോക്കിയപ്പോൾ അവൾക്ക് ഇങ്ങനെ ഷിവറിങ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഞാനൊന്ന് ഭയന്നു. കാരണം കുഞ്ഞിന് ഈ ഒരു ആരും പെട്ടെന്ന് ഉറക്കത്തിൻ്റെ ഇടയിൽ വരുമ്പോഴൊക്കെ നമ്മളൊന്ന് ഭയക്കുമല്ലോ. നമ്മളും ഒരു സ്വഭാവത്തിലേക്ക് വരാൻ സമയമെടുക്കും. പെട്ടെന്ന് ഇത്രയും പൊള്ളൽ കണ്ടപ്പോൾ ഒരു നിമിഷം ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ എൻ്റെ മനസ്സിലൊന്ന് പേടി തോന്നി. അപ്പോഴാണ് ഞാൻ ഓർത്തത് അമ്മയ്ക്ക് ഒരു വോയിസ് ഇടാം. അപ്പം തന്നെ എനിക്കൊരു ധൈര്യമാണ്. അപ്പം തന്നെ ആ 2 മണി സമയത്ത് തന്നെ ഞാൻ അമ്മയ്ക്ക് വോയിസ് ഇട്ടു. അമ്മ, എൻ്റെ മോൾക്ക് ഭയങ്കര പനിയുണ്ട്, ചുട്ടു കൊള്ളുന്നു, അവളിങ്ങനെ വിറയ്ക്കുന്നുണ്ട്, അമ്മയുടെ പവർ അവൾക്ക് കൊടുക്കണേന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു വോയിസ് ഇട്ടു വാട്സപ്പിൽ. അമ്മ അത് അപ്പം കണ്ടില്ല. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ഞാനൊരു തുണി നനച്ച് അവളുടെ ശരീരം മൊത്തം തുടച്ചു. അവൾക്ക് വാഷ്റൂം പോകണമെന്ന് പറഞ്ഞു ഞാൻ വാഷ്റൂം കൊണ്ടുപോയിട്ട് വന്നു. അപ്പോഴൊക്കെ ഉണ്ട് ഈ ചൂട്, തലയിലും ഒക്കെ ഉണ്ട് ചൂട്. എനിക്ക് പേടിയുണ്ടായിരുന്നു ഉള്ളിൽ. അപ്പോൾ ഞാൻ എൻ്റെ പേടിയല്ലേ ആദ്യം മാറേണ്ടത്. അപ്പോൾ ഞാൻ അമ്മേനെ പ്രാർത്ഥിച്ചിട്ട് 3ാമത്തെ പാട്ട് ഹിമം, ഭയങ്കര ശക്തിയുള്ള പാട്ടാണത്. ആ പാട്ട് ഞാൻ എൻ്റെ ഈ കൈ മോളുടെ നെറ്റിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ പാട്ട് അവൾക്ക് ഇങ്ങനെ ചൊല്ലിക്കൊടുത്തുകൊണ്ടേയിരുന്നു. ഹിമം എന്ന് പറയുന്ന ഈ പാട്ട് എനിക്ക് ഭയങ്കര ഒരു അനുഭവമാണത്. കാരണം പുലർച്ചെ 2:30 ആ സമയം. അതിനുശേഷം ചൊല്ലി തീർന്നപ്പോൾ ഒരു 2:30 ഇങ്ങനെ കണ്ടിന്യൂസ് ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു. പിന്നെ അവൾക്ക് പതുക്കെ ഉറക്കം വന്നു. അവൾ അതുവരെ ഇങ്ങനെ ഒരു ഞരങ്ങലും മൂളലും അങ്ങനെ വിറക്കലും പുതപ്പ് വെച്ചൊക്കെ ഞാനിങ്ങനെ മൂടി കിടത്തിയായിരുന്നു തുടച്ചതിന് ശേഷം. 2:30 ആയപ്പോൾ പിന്നെ അവൾ പതുക്കെ കിടന്നങ്ങ് ഉറങ്ങി. അപ്പോൾ അവൾ ഉറങ്ങിയപ്പോൾ പിന്നെ ഞാനും ഈ തുണി നനച്ച് അവളെ നെറ്റത്ത് തന്നെ ഇട്ടു. എന്നിട്ട് ഞാൻ അവളെ പിടിച്ച് കിടന്നുറങ്ങി. പിന്നെ പെട്ടെന്നൊരു 4 മണിയോടുകൂടി ഞാൻ ഞെട്ടി വീണ്ടും ഉണർന്നു. അപ്പോഴാണ് ഞാൻ അമ്മയ്ക്ക് വോയിസ് ഇട്ടുണ്ടല്ലോ, ഞാൻ ആ വോയിസ് കേൾക്കാൻ വേണ്ടിയിട്ട് അതെടുത്ത് ചെവിയിൽ വെച്ചപ്പോൾ പവർ മാറും എന്നുള്ള രീതിയിൽ അമ്മയുടെ വോയിസ് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് നല്ല സന്തോഷമായി. ഞാൻ അവളെ തൊട്ടപ്പോൾ പനിയുടെ യാതൊരു ലക്ഷണങ്ങളുമില്ല. അത്രയും വിറച്ച് പനിച്ച് തുള്ളി ഇരുന്ന എൻ്റെ കൊച്ച് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് ഞാൻ ഈ മന്ത്രം ചൊല്ലിയോട് കൂടിയിട്ട് തന്നെ പുള്ളിക്കാരി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. പിന്നീട് ആ പനിയുടെ ഒരു ലക്ഷണങ്ങളും ഇല്ലാത്ത വിധം അത് മാറിപ്പോയി. എന്നാലും അവൾക്കിപ്പോൾ ഡാൻസിനെല്ലാം ചേർന്നിട്ടുണ്ട് സ്കൂൾ ആനുവൽ ഡേക്ക്. അപ്പം ഞാൻ അവിടെ പോയിട്ട് ചാടി തുള്ളിയിട്ട് അതിനിപ്പോൾ പ്രശ്നങ്ങളൊന്നും വേണ്ടല്ലോ, കുഞ്ഞല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അന്ന് സ്കൂളിൽ വിട്ടില്ല. പക്ഷേ അത്ഭുതം എന്ന് പറയാലോ, അന്നത്തെ ദിവസമൊന്നും പനിയുടെ യാതൊരു ഇതും അറിഞ്ഞിട്ടില്ല. അവൾ ഫുൾ എനർജിയിൽ തന്നെയാണ് നടന്ന് അന്ന് ഫുള്ളും പനി. അപ്പോൾ വീട്ടുകാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാത്രം ഉണ്ടായ അനുഭവമാണിത്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു, പക്ഷേ അദ്ദേഹം ഉണർന്നില്ല, അദ്ദേഹം തിരിഞ്ഞു കിടന്നു ഞാൻ വിളിച്ചപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നത്, എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ടല്ലോ, കൽക്കിയമ്മ ഉണ്ടല്ലോ. അപ്പോൾ ഈ മന്ത്രം ഇത്രയും പവർഫുള്ളുള്ളത് എൻ്റെ കയ്യിലുള്ളപ്പോൾ അത്രയും വിശ്വാസത്തോടു കൂടി ഞാൻ ചൊല്ലിക്കഴിഞ്ഞാൽ എൻ്റെ മോൾക്കത് മാറുന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുള്ളതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അദ്ദേഹത്തെ ഉണർത്താൻ നിന്നില്ല. മോൾക്കാണെങ്കിൽ അത്ഭുതമാവണ്ണം അവളുടെ അസുഖം പെട്ടെന്ന് തന്നെ മാറിപ്പോവുകയും ചെയ്തു.
അപ്പോൾ ഇത് ആദ്യത്തെ അനുഭവമല്ല മോളുടെ കാര്യത്തിൽ എനിക്ക്. ഇത് ഒരുപാട് അനുഭവങ്ങൾ അവളുടെ കാര്യത്തിൽ ഉണ്ടായി. അവൾക്ക് നല്ലൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ അമ്മയുടെ മന്ത്രങ്ങൾ അവൾ ഏറ്റു ചൊല്ലും. ഓം ശ്രീ കൽക്കി നമ്മൾക്ക് 108 തവണ ചൊല്ലിയിട്ടുണ്ട്. പിന്നെ ഇപ്പം അമ്മ നമുക്ക് പുതിയൊരു മന്ത്രം തന്നിട്ടുണ്ട്. മാർച്ചിലെ ആദ്യത്തോടു കൂടി പുതിയൊരു മന്ത്രം, വളരെ ശക്തിയേറിയൊരു മന്ത്രമാണ്. ആദിപരാശക്തിയാണ് അമ്മ, ഉഗ്രരൂപിണിയാണ്. ആ മന്ത്രം അമ്മ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ 33 പ്രാവശ്യമൊക്കെ എൻ്റെ മോള് ഏറ്റു ചൊല്ലിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് ആ എഫക്റ്റ് കിട്ടുന്നുണ്ട്. മന്ത്രത്തിൻ്റെ പവർ അവൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അവൾക്ക് സംസാരം വളരെ കുറവായിരുന്നു. ജനിച്ച് സാധാരണ പിള്ളേർ സംസാരിക്കുന്ന സമയത്തൊന്നും അവൾ സംസാരിച്ചിട്ടില്ല. ഒരു 2 വയസ്സൊക്കെ ആകുമ്പോഴും അമ്മ എന്ന് മാത്രമേ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ വളരെ വിഷമമായിരുന്നു. പിന്നെ ഇവിടെ അമ്മേനെ പരിചയപ്പെട്ട് ഇവിടെ വന്നപ്പോൾ അമ്മ പറഞ്ഞു അവളുടെ നാവിൽ വെളിച്ചെണ്ണ ആദ്യം കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ കൈ വെച്ചിട്ട് ഇങ്ങനെ 108 തവണ കൽക്കി മന്ത്രം ചൊല്ലുക. എന്നിട്ട് ഭഗവാനെ അവൾക്ക് ഇങ്ങനെ സംസാരിക്കാനുള്ള ശക്തി കൂടുതലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥിക്കുക, ബുദ്ധിമുട്ട് പറഞ്ഞ് അത് നാവുമ്മ തേക്കാൻ പറഞ്ഞു. അങ്ങനെ നാവുമ്മ തേച്ചിട്ട് അവൾക്ക് പതുക്കെ പടിപടിയായിട്ടാണ് അത് ശരിയായിട്ട് വന്നത്. ആദ്യം ഒരു വാക്കുള്ള ആൾ 2 വാക്ക്, പിന്നെ ഒരു സെൻറ്റൻസ്, അങ്ങനെ ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ അവൾ സംസാരിച്ച് തുടങ്ങി. ഇപ്പം നന്നായി സംസാരിക്കും. അങ്ങനെ ഓരോ അനുഗ്രഹങ്ങളും അവൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസം അവൾ പെന്നിൻ്റെ റീഫിലില്ലേ, ഇങ്ക് പെന്നിൻ്റെ റീഫിൽ കടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ മഷി അത്രയും വിഴുങ്ങി അവൾ. ഒരു നിമിഷം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാൻ സ്റ്റക്കായിപ്പോയി. കാരണം ഇവൾ വൊമിറ്റ് ചെയ്ത് തുടങ്ങി, ഛർദ്ദിക്കുന്നത് മൊത്തം ബ്ലൂ കളറിൽ ഇങ്ക് ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടെ ഉള്ള ഹസ്ബൻഡൊക്കെ പേടിച്ചു. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണോ, എന്താ വേണ്ടത്, ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ച് തുടങ്ങി. അപ്പം നമുക്ക് ഇതെന്താ വേണ്ട, അപ്പോഴും ഞാൻ ആലോചിച്ചു. ഞാൻ അമ്മേനെ മനസ്സിൽ വിചാരിച്ചിട്ട് ആദ്യം ഇവളുടെ വായിലിങ്ങനെ വിരലിട്ടിട്ട് അവളെ കൊണ്ട് കൂടുതലായിട്ട് വൊമിറ്റ് ചെയ്യിച്ചു. കാരണം ഉള്ളിൽ പോയ മഷി പുറത്ത് പോകല്ല ആദ്യം വേണ്ട. അങ്ങനെ ചെയ്യിച്ച് അപ്പോൾ വായ മൊത്തം പൊള്ളിയിരിക്കുന്ന ഒരു ഫീലാണ് അവൾക്ക്. അപ്പം തന്നെ ഞാൻ വെളിച്ചെണ്ണ എടുത്ത് പ്രാർത്ഥിച്ചിട്ട് അവളുടെ നാവിലും തൊണ്ടയിൽ ഈ ഭാഗത്തൊക്കെ ആയിട്ടങ്ങ് തേച്ച് കൊടുത്തു പ്രാർത്ഥിച്ച്. അത് കഴിഞ്ഞൊരു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അവൾ ഓക്കെ ആയി. ഒരു കുഴപ്പമില്ല. അവൾക്കത് വിഴുങ്ങിയ പ്രശ്നങ്ങളോ നാവിൽ പൊള്ളിയതിൻ്റെ ഇഷ്യൂസോ ഒന്നും ഉണ്ടായില്ല. ഇതൊക്കെ അത്ഭുതം എന്നല്ലാതെ എനിക്കിതിന് വേറെ വാക്കുകളില്ല പറയാൻ. ഇത് ഞാൻ പലപ്പോഴായിട്ട് എൻ്റെ കൂടെ എന്നെ അറിയാവുന്നവരടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ആർക്കും ഒരു പരിധിയിലപ്പുറം ആരും ഉൾക്കൊള്ളുന്നില്ല. എന്താണ് അതിൻ്റെ പ്രശ്നമെന്ന് എനിക്കറിയുന്നില്ല. അമ്മ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അനുസരണ അത് നിർബന്ധമായിട്ട് വേണ്ട കാര്യം തന്നെയാണ്. ആ അനുസരണ നമ്മൾ എത്രത്തോളം അമ്മേനെ ഉൾക്കൊള്ളുന്നു, എത്രത്തോളം ഭാഗ്യങ്ങൾ നമുക്ക് നേടാൻ കഴിയുന്നു, അത്രത്തോളം അമ്മേനെ അനുസരിച്ചാൽ തന്നെ അത് ലഭിക്കുള്ളൂ. ഇത് എൻ്റെ മോളുടെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. അങ്ങനെ പല അനുഭവങ്ങളും മോളുടെ കാര്യത്തിൽ എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ മോൻ്റെ കാര്യത്തിലായാലും അവൻ ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ അവൻ ഇത്ര വലുതായതുകൊണ്ട് അവൻ്റെ ഏജിൻ്റെ പ്രശ്നമാണെന്നൊക്കെ പലരും പറയും. പക്ഷേ അവൻ ഉൾക്കൊള്ളുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ മകൾ ഉൾക്കൊള്ളുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മോന് 10ാം ക്ലാസ്സിലെ എക്സാമിന് ഒരുപാട് ടഫായിരുന്നു. മാത്സൊക്കെ നല്ല ടഫുള്ള ടൈമായിരുന്നു. അപ്പോൾ അമ്മ ഓരോ പ്രതിവിധികൾ പറയുമായിരുന്നു. ഒരു കറിവേപ്പിലെടുത്ത് വെയിലത്ത് വെച്ച് 108 തവണ കൽക്കി മന്ത്രം ചൊല്ലിയിട്ട് അത് വെയിലത്ത് വെക്കുക. അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ അമ്മ അങ്ങനെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതൊക്കെ ചെയ്തിട്ടാണ് അവൻ പഠിച്ചുകൊണ്ടിരുന്നതും പരീക്ഷയ്ക്ക് പോയതൊക്കെ. അതോടുകൂടി തന്നെ അവന് നല്ല മാർക്ക് 10th സ്റ്റാൻഡേർഡിൽ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അമ്മയുടെ വലിയ അനുഗ്രഹമാണ്. ഒരു ദിവസം അവൻ പനിച്ച് വിറച്ച് തുള്ളി കിടന്ന് അപ്പോൾ അന്നും അമ്മയുടെ മന്ത്രവും പവറും കൊണ്ടാണ് അവൻ ഒരു കുഴപ്പമില്ലാതെ, ഒരു മരുന്നിൻ്റെയും പിൻബലമില്ലാതെ അവൻ തിരിച്ചു വന്നത്. ഒരു കുഴപ്പമില്ലാതെ അവന് എല്ലാ കാര്യങ്ങളും നടന്നു. അവൻ്റെ മുഖത്ത് ഒരുപാട് പിമ്പിൾസ് ഉണ്ടായിരുന്നു. ആ മുഖക്കുരൊന്നും ഇപ്പോൾ ഒരു പാടുമില്ലാതെ അതെല്ലാം മാറി. അതെല്ലാം അമ്മയുടെ ഒരു അനുഗ്രഹം കൊണ്ടാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൂടാതെ എൻ്റെ അമ്മയുടെ കാര്യം, എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ഓരോ അസുഖങ്ങളായിട്ട് മാറി പോയത് കണ്ടപ്പോഴാണ് എൻ്റെ അമ്മയ്ക്ക് കൂടുതൽ ഇതിനെപ്പറ്റി അറിയാനും അമ്മ എന്നും ചോദിക്കും. ഓരോ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് അമ്മ ഇതിലേക്ക് വന്ന് പവർ എടുത്തത്. ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ വരുന്ന സമയത്ത് എൻ്റെ ഈ കൈൻ്റെ സർജറി കഴിഞ്ഞിരുന്നതാണ്. കാർപ്പൽ ടണൽ സിൻഡ്രോം, ഈ അസുഖത്തിന് ഈ കൈക്ക് സർജറി കഴിഞ്ഞതാണ്. എനിക്കൊന്നും ഫീൽ ചെയ്യാത്ത അവസ്ഥയായിരുന്നു. ഈ കൈ കൊണ്ടൊന്നും എടുക്കാൻ പറ്റില്ല. ഈ കൈക്ക് ഏകദേശം അവസ്ഥയായിരുന്നു ഞാൻ വന്നപ്പോൾ. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്കിത് ഈ കൈക്ക് സർജറി വേണ്ട, ഒന്നും വേണ്ട. അത് ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മെൻസ്ട്രൽ ടൈമിലുള്ള പീരീഡ്സിൻ്റെ വേദന, അത് ഞാൻ ഫസ്റ്റ് ടൈം ആയപ്പോൾ മുതൽ ഈ സമയം വരെയൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്നതായിരുന്നു. ഇവിടെ എന്ന് ഞാൻ മരുന്ന് നിർത്തി അമ്മയുടെ പാത പിന്തുടർന്നു അന്ന് മുതൽ എനിക്ക് വേദനയെ ഉണ്ടായിട്ടില്ല.
ഞാൻ അറിയുക പോലുമില്ല ആ ടൈമിൽ. അങ്ങനെ അത് മഹാത്ഭുതം തന്നെയാണ്. അതുപോലെ എനിക്ക് ഒരുപാട് അസുഖങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജോലിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, എപ്പോഴും ക്ഷീണം, തളർച്ച, ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ വന്ന് പവർ എടുത്തതിന് ശേഷമാണ് എനിക്ക് മാറിയത്. നമ്മൾ എത്രയോ പൈസകൾ ഒരാവശ്യമില്ലാതെ ആശുപത്രികളിലും അവിടെയും ഇവിടെയും കൊടുക്കുന്നു. ഇവിടെ വെറും മന്ത്രവും പ്രാർത്ഥനയും, നമ്മൾ എത്രത്തോളം നമ്മൾ ഇവിടെ സർവീസ് ചെയ്യുന്നു, ദൈവത്തിന് വേണ്ടി നമ്മുടെ സമയം മാറ്റി വയ്ക്കുക. അമ്മ എന്താ ആഗ്രഹിക്കുന്നു അത് ജനങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ്. അമ്മ ലോകമാതാവ് തന്നെയാണ്. അപ്പോൾ ഇവിടെ സർവീസ് ചെയ്യുന്നവർക്കൊക്കെ അതിൻ്റേതായ രീതിയിൽ അനുഗ്രഹം കിട്ടും. എനിക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ജോലി, അതും ഭഗവാൻ തന്ന ജോലിയാണ്. അതും ഞാൻ എൻ്റെ പഴയ വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മയുടെ കാര്യം ഞാൻ നേരത്തെ പറയാൻ വന്നിരുന്നു. അമ്മയ്ക്ക് വീട്ടിൽ, അമ്മ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ വീട്ടിൽ കോഴി അങ്ങനെയൊക്കെ ഉള്ളത് വളർത്തുന്നുണ്ട് അമ്മ. അപ്പോൾ അതിനെന്തെങ്കിലും സംഭവിക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഒരു വട്ടം 3 മാസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അത്യാവശ്യം ഒരു മീഡിയം സൈസ് കോഴികൾ. അതിൽ ഒരു കോഴിക്കുഞ്ഞ് രാവിലെ നോക്കിയപ്പോൾ അതിൻ്റെ കഴുത്തിൻ്റെ ഈ പോർഷനായിട്ട് അങ്ങനെ വെട്ടുകൊണ്ട് മുറിഞ്ഞ പോലെ മുറിഞ്ഞ് രക്തം വന്ന് ഇങ്ങനെ കഴുത്തിങ്ങനെ ഒടിഞ്ഞ് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ അമ്മ വിചാരിച്ചു എൻ്റെ ജീവൻ തന്നെ പോയി, ആ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ അമ്മ പെട്ടെന്ന് അതിനെടുത്തിട്ട് അമ്മയ്ക്ക് ഉള്ളിൽ തോന്നി ഇതിനെ കൊണ്ടകത്ത് കിടത്തിയിട്ട് അമ്മ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് കഴുത്തിൽ വെച്ച് കൽക്കി മന്ത്രം അമ്മ ചൊല്ലി 108 പ്രാവശ്യം. അത് ചൊല്ലി തീർന്നു. അപ്പോൾ കോഴിക്ക് കുറച്ചൊരു അനക്കമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിറ്റേത്തെ ദിവസം വീണ്ടും അമ്മ ഇതന്നെ കണ്ടിന്യൂസ് ആയിട്ട് 2 നേരം ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ കഴുത്തൊടിഞ്ഞു നിന്ന കോഴിയുടെ കഴുത്ത് പതുക്കെ അനങ്ങി തുടങ്ങി. പിന്നെ കോഴി പതുക്കെ ക്രമേണ അതിൻ്റെ അസുഖം മാറി ആ മുറിയുടെ പാടുപോലും ഇല്ലാതെ അതങ്ങ് യോജിച്ച് ഒരു കുഴപ്പമില്ലാതെ അത് തിരിച്ചു വന്നു. അത് ഫസ്റ്റ് കോഴിയാണ്. അതുപോലെ തന്നെ അമ്മയ്ക്ക് ഒരുപാട് കോഴികളുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് പല അസുഖങ്ങളും ആ സമയത്തൊക്കെ എടുത്ത് കളയാൻ കൊണ്ടുപോയതാണ് ജീവനില്ലാതെ. അതുവരെ ഇതുപോലെ അമ്മ മന്ത്രം ചൊല്ലി വെറും വെള്ളമാണ് കൊടുക്കുന്നത്. മന്ത്രം ചൊല്ലി കൽക്കി മന്ത്രം ചൊല്ലി വെള്ളം കൊടുക്കുന്നു, തിരിച്ചു വരുന്നു. നമ്മൾ ചത്തുപോയെന്ന് വിചാരിച്ച ഈ കോഴി ഒരു കുഴപ്പമില്ലാതെ 2-3 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരുന്നു. അങ്ങനെയൊക്കെ അനുഭവങ്ങളുണ്ടായി. അപ്പോൾ ഇത് കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന എൻ്റെ സഹോദരി പോലും, വിശ്വാസമില്ലാത്ത സഹോദരി പോലും എന്തോ സത്യം ഇതിലുണ്ട്, സത്യമായ എന്തോ കാര്യമുണ്ട്, അത്രയും പവർഫുള്ളാണ്. കാരണം ആദിപരാശക്തിയായ അമ്മയ്ക്കല്ലാതെ ആർക്കാണ് ജീവൻ കൊടുക്കാൻ പറ്റുക, അല്ലേ? ചത്തുപോയി എടുത്ത് കളയാൻ പോയ കോഴിക്കുഞ്ഞിന് വരെ ഈ മന്ത്രത്തിൻ്റെ പവറാൽ ജീവൻ തിരിച്ചു ലഭിച്ചു എന്ന് പറയുമ്പോൾ അത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ആ പുള്ളിക്കാരി അത് നേരിട്ട് കണ്ടു. ശനി ഞായർ ദിവസങ്ങളിലാണ് അമ്മയുടെ അടുത്ത് വന്നിട്ട് എൻ്റെ ചേച്ചി നിൽക്കുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ ഈ പ്രാർത്ഥിക്കുന്നതും ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ചേച്ചി പറഞ്ഞു, അമ്മയ്ക്ക് വട്ടാണോ, വല്ല കാര്യമുണ്ടോ, വെറുതെ ഇത്ര മെനക്കിടുന്നത് എന്തിനാണ് എന്നൊക്കെയുള്ള രീതിയിൽ പുള്ളിക്കാരി ആദ്യമൊക്കെ സംസാരിച്ചു. പിന്നെ ഫസ്റ്റ് ഡേ അങ്ങനെ പറഞ്ഞു. 2-3 ഡേയ്സ് കഴിഞ്ഞപ്പോൾ ചത്തുപോയി എന്ന് വിചാരിച്ചിരിക്കുന്ന കോഴി ഒരു കുഴപ്പമില്ലാതെ നടക്കുന്നു. അത് കണ്ടപ്പോൾ പിന്നെ പുള്ളിക്കാരി ചിന്തിച്ചു തുടങ്ങി, സംതിങ് ഈസ് ദർ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരുടെയും മനസ്സ് മാറി തുടങ്ങി. അപ്പം അങ്ങനെ പല കാര്യങ്ങൾക്കും അനുഭവം ഉള്ള കൂടെയുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടിയ ആൾക്കാരുണ്ട്. എൻ്റെ ഓഫീസിൽ തന്നെ പലരും ഇതുപോലെ അവരുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് ഒരു ദക്ഷിണയൊക്കെ തന്നിട്ടുണ്ട് എനിക്ക്. പക്ഷേ ഏറ്റവും ഇത് വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും കാര്യസാധ്യത്തിന് മാത്രം വേണ്ടിയിട്ടാണ്. എല്ലാവരും എന്നല്ല, ഒട്ടുമിക്ക ജനങ്ങൾക്കും കാര്യസാധ്യം മാത്രമാണ് അവർ നോക്കുന്നത്. മനുഷ്യരെല്ലാവരും ഒരുവിധം എല്ലാവരും തന്നെ സ്വാർത്ഥഗതിയിൽ ചിന്തിക്കുന്നത് ഓർക്കുമ്പോൾ എനിക്ക് വളരെ വിഷമമുണ്ട്. കാരണം കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ പിന്നെ ആരും അമ്മേനെ ഓർക്കുന്നില്ല. താൻ വന്ന വഴികൾ എന്തായിരുന്നോ അത് കടന്നു വന്നു, സർവൈവ് ചെയ്ത് വന്നു. ഇപ്പം നല്ലൊരു രീതിയിലുള്ള ആരോഗ്യം നമുക്ക് തന്നു, കടബാധ്യതകൾ തീർത്തു തന്നു. ഇതെല്ലാം മന്ത്രത്തിൻ്റെയും പിന്നെ ആദിപരാശക്തിയായ കൽക്കിയമ്മയുടെ എല്ലാം പവർ കൊണ്ടാണെന്ന് ചിന്തിക്കാൻ ആരും തന്നെ ശ്രമിക്കുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് ആ തിരിച്ചറിവ് ഉണ്ടായിട്ടും അവരെന്തോ അത് ഉൾക്കൊള്ളുന്നില്ല. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് ഈ നാട്ടിൽ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ അമ്മയുടെ അനുഭവം പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ മോൻ്റെ അനുഭവം പറഞ്ഞു, എൻ്റെ മോക്കുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞു. എന്തിനു പറയുന്നു, എൻ്റെ ഹസ്ബൻഡിന് വരെ വലിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആളത് മറന്നാലും ഞാനത് മറക്കാൻ പാടില്ലല്ലോ. ആൾക്ക് പ്രൊമോഷൻ്റെ ടൈം വന്നപ്പോൾ, ആൾ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയിയാണ്. ആൾക്ക് പ്രൊമോഷൻ്റെ ടൈം വന്നപ്പോൾ ലാസ്റ്റ് പ്രൊമോഷനൊക്കെ ആൾക്ക് കുറച്ച് ടഫായിരുന്നു. പെട്ടെന്ന് തന്നെ സഡനായിട്ടുള്ള ഒരു പ്രൊമോഷനൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്രാവശ്യത്തെ പ്രൊമോഷനിൽ ഞാൻ അമ്മയോട് കാര്യം വന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ആൾ കേക്കിലെ ഒരു പാട്ടുണ്ട്, അമ്മയുടെ പാട്ട് ബുക്കിലൊരു പാട്ടുണ്ട്, അത് ചൊല്ലി കേൾപ്പിക്കാൻ പറഞ്ഞു.
അപ്പം ഞാനത് ചൊല്ലി കേൾപ്പിക്കുമ്പോഴൊന്നും ആൾ തടസ്സമില്ലാതെ കേൾക്കുമായിരുന്നു. ആൾ ഇവിടുത്തെ പവർ എടുത്തിട്ടില്ല ആ സമയത്ത്. ഇപ്പോൾ ത്തെ കാര്യമല്ല ഞാൻ പറയണത്, ഇത് ഒരു 1.5 വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആൾ കേൾക്കലേ ഞാൻ ഈ പാട്ട് ചൊല്ലും, ആൾ കേട്ടോണ്ടിരിക്കും, കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ തുടർച്ചയായിട്ട് ഞാൻ കേൾപ്പിക്കുമായിരുന്നു പ്രൊമോഷൻ്റെ ടെസ്റ്റ് കഴിയുന്നവരെ. അത്ഭുതം എന്ന് പറയട്ടെ, നല്ല രീതിയിലുള്ള പ്രൊമോഷനാണ് ആൾക്ക്. ഇതുവരെ കിട്ടാത്ത ലെവലിലുള്ള അത്ര ഈസി ആയിട്ടുള്ള ഒരു എക്സാംസും എല്ലാം കൊണ്ടും ഇൻ്റർവ്യൂ പാനലായിരുന്നാലും എന്തോ ചെല്ലുമ്പോൾ തന്നെ വലിയ ടഫ് ക്വസ്റ്റ്യൻസിലേക്കൊന്നും പോവാതെ എല്ലാം വളരെ ഈസി ആയിരുന്നു എന്ന് വേണം പറയാൻ. അപ്പം തന്നെ സഡൻ അധികം ലാഗില്ലാത്തൊരു പ്രൊമോഷനായിരുന്നു. ചിലതൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യും 6 months അതൊന്നും ഉണ്ടായില്ല. അപ്പോൾ ആളുടെ കാര്യത്തിലും എനിക്ക് നല്ലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ കാര്യത്തിൽ പിന്നെ പറയണ്ട, എല്ലാ ദിവസങ്ങളും എനിക്ക് ആ അനുഭവങ്ങൾ തന്നെയാണ് ഉള്ളത്. അമ്മയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അമ്മ നമ്മളോട് ദേഷ്യപ്പെടുകയാണോ, അമ്മ എന്താ അങ്ങനെ സംസാരിച്ചതെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ അമ്മ നമ്മളോട് പറയുന്നതെല്ലാം നമുക്ക് തിരുത്തലുകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ തെറ്റ് നമ്മൾ മനസ്സിലാക്കി തിരുത്താൻ വേണ്ടിയിട്ടാണ് അമ്മ പറയുന്നത്. അല്ലാതെ അമ്മയ്ക്ക് പേഴ്സണലി ആരോടൊരു ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. എക്സാമ്പിൾ എൻ്റെ കാര്യം തന്നെ ഞാൻ പറയാം. ഞാൻ എൻ്റെ മോൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ മോളുടെ കാര്യം കൂടി അമ്മ ചേർത്ത് പറഞ്ഞതാണ്. അപ്പോൾ മോൾക്ക് ഇപ്പോൾ 5 വയസ്സായി. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു, എനിക്ക് വോയിസ് ഇട്ടിട്ട് തന്നെ പറഞ്ഞു തന്നു, നമ്മളൊരു 17-18 വയസ്സാകുമ്പോഴല്ല മക്കളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്നതും ചെയ്യാൻ ശ്രമിപ്പിക്കേണ്ടതും. അവരെ 3 വയസ്സിലേ തന്നെ ശിക്ഷണം കൊടുത്തിട്ട് വേണം വളർത്താൻ. അപ്പോൾ എൻ്റെ മോൾക്ക് ഇപ്പോൾ 5 വയസ്സായി. ഞാൻ അപ്പോഴും അവളെയൊക്കെ വാരി കൊടുക്കുന്ന അമ്മ കാണുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ചെയ്യരുതെന്ന് അമ്മ പറഞ്ഞു. കാരണം നമ്മളവരെ 3 വയസ്സിൽ തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവരെ സ്വന്തം കാലം നിൽക്കാനുള്ള പ്രാപ്തിക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ആദ്യം മുതലേ നമുക്ക് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ പറയില്ലേ കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല എന്ന്, അതുപോലെ 3 വയസ്സ് മുതലേ നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഇവൾക്ക് 5 വയസ്സായി. ഇവളുടെ ടിഫിൻ ബോക്സ്, ലഞ്ച് ബോക്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ വൈകിട്ട് വരുമ്പോൾ അവളെ കൊണ്ട് തന്നെ കൊണ്ടുവയ്ക്കാൻ പറയും. ഓരോന്നോരോന്നായിട്ട് ആൾ അടുക്കളയിൽ കൊണ്ടുവയ്ക്കും. പിന്നെ ഭക്ഷണം ഞാൻ വായിൽ കൊണ്ടുവച്ച് കൊടുക്കാറില്ല. ഇപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ഹെൽപ്പ് ചെയ്യും, ഉരുട്ടി വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ സ്പൂണൊക്കെ ഇട്ടിട്ട് അവൾക്ക് കോരാൻ പാകത്തിൽ എടുത്തെടുക്കുകയും ചെയ്യും. അപ്പോൾ അവൾ തന്നെ കഴിക്കും. ആദ്യമൊക്കെ അവൾക്ക് വിഷമം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അവൾ തന്നെ കഴിക്കും. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും അവൾ സ്വയം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് വരും. ഞാൻ ഡ്രസ്സെല്ലാം മടക്കി വയ്ക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ വരും. അപ്പം നമ്മളിൽ നിന്ന് തന്നെയാണ് മാറ്റങ്ങളും തിരുത്തലും ഉണ്ടാവേണ്ടത്. അമ്മ അത് കുറച്ച് ഉറച്ച സ്വരത്തിൽ പറയുന്നു. അമ്മയുടെ സ്വരം എന്ന് പറയുന്നത് ഭഗവാന്റെ സ്വരം തന്നെയാണ്. അപ്പോൾ അമ്മ ഇത്തിരി ഉറച്ച സ്വരത്തിൽ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് അതൊരു ദേഷ്യത്തിൻ്റെയോ ഒന്നുമല്ല സ്വരം. അപ്പം നമ്മളെ അറിയാനും നമ്മളതിനെ തിരുത്താനും വേണ്ടിയിട്ടാണ്, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവാനും വേണ്ടിയിട്ടാണ് അമ്മ അങ്ങനെ പറയണത്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല. ഞാനത് എൻ്റെ ഭർത്താവിനെ കേൾപ്പിച്ചു, അമ്മേനെ കേൾപ്പിച്ചു, മോനെ കേൾപ്പിച്ചു, അങ്ങനെ എല്ലാവരെയും കേൾപ്പിച്ചു. ഇപ്പം ആരും ഒരു തടസ്സവും പറഞ്ഞില്ല. ഇപ്പോൾ അവൾ ഈവനിങ് വന്നു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ ചെറിയ ചെറിയ ഇതുപോലെ അവൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. അപ്പോൾ അവളുടെ ഓരോ വയസ്സ് കൂടുന്നതിനനുസരിച്ച് ഞാൻ അവൾക്ക് കൊടുക്കുന്ന ചെറിയ ചെറിയ ടാസ്കുകൾ അവൾ സ്വന്തം കാലം നിൽക്കാൻ പ്രാപ്തിയാക്കുന്ന ടാസ്കുകളായിരിക്കും. അപ്പോൾ അതെന്തുകൊണ്ടും നല്ലതാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇത്രയും നാളായിട്ട് എനിക്കത് തോന്നിയില്ല. അമ്മ പറഞ്ഞു തന്നപ്പോഴാണ് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായത്. ഞാൻ പല ബുക്കിലൊക്കെ വായിച്ചിട്ടും അത് ഞാൻ ഉൾക്കൊണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പലതും അമ്മ പറയുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നു അത്രത്തോളം ഭാഗ്യം തന്നെ നമുക്ക് കിട്ടും. ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു മന്ത്രം അമ്മയ്ക്ക് ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. ഈ മാസത്തിലാണ് അത് കൊടുത്തത്. അപ്പോൾ അമ്മയുടെ പാത പിന്തുടരുന്ന എല്ലാവരും തന്നെ ആ മന്ത്രം ചൊല്ലണം. വളരെ പവർഫുള്ളായിട്ടുള്ള മന്ത്രമാണ്. ഒരു പ്രാവശ്യം ചൊല്ലുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ. ഇന്ന് രാവിലെ തന്നെ എൻ്റെ മൂക്ക് വയറുവേദനയെന്ന് പറഞ്ഞു, അവൾ വൊമിറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പോൾ എനിക്ക് ടെൻഷനായി. ഞാൻ അമ്മയ്ക്ക് വോയിസ് ഇട്ടപ്പോൾ അമ്മ പറഞ്ഞു ഈ മന്ത്രം കേൾപ്പിച്ചുകൊണ്ട് അവളുടെ വയറിൽ കൈവച്ചാൽ മതി, ശരിയാവുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ആ മന്ത്രത്തിൻ്റെ ഓഡിയോ ഉണ്ടായിരുന്നു. ഞാനത് അവളുടെ ചെവിയുടെ അടുത്തുകൊണ്ട് കേൾപ്പിച്ച് ഈ കൈ അവളുടെ വയറിൽ വെച്ച് കൊടുത്തു. 3 പ്രാവശ്യം കേൾപ്പിച്ചപ്പോഴത്തേക്കും ഷീസ് ഓക്കെ. അവൾ പെർഫെക്റ്റ്ലി ഫൈനായിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ശക്തി. അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള നന്മകളും ലോകചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതീയമ്മയിലൂടെ എത്തുന്നു. ഇതാ ലോക ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന
ഏക സ്ഥലം. ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിൻ്റെതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവ്വരോഗ നിവാരണവും.